നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് നോട്ടീസ്. നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം നോർത്ത് SIക്ക് മുൻപാകെ ഹാജരാകാനാണ് നിർദ്ദേശം. പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഷൈൻ ഹോട്ടലിൽ നിന്നിറങ്ങി ഓടിയ സംഭവത്തിൽ വിശദീകരണം തേടുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയത്. ഇപ്പോൾ പോലീസ് സംഘം ആ നോട്ടീസുമായി ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് പോലീസ് സംഘം അവിടെ പരിശോധന നടത്തുന്നതിനിടയിൽ ഷൈൻ ടോം ചാക്കോ പുറത്തേക്കിറങ്ങി ഓടുന്നു. അപ്പോൾ ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അതിലാണ് പോലീസ് സംഘം ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുള്ളത്. നിലവിൽ ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. പക്ഷേ ഷൈൻ ടോം ഇപ്പോഴും തമിഴ്നാട്ടിലാണ് ഉള്ളത് എന്നുള്ള വിവരം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഫോണൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലാണ് പോലീസ്. ഇപ്പോൾ പോലീസ് സംഘം വീട്ടിലെത്തിയിട്ടുണ്ട്. നിലവിൽ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു. അതായത് ഇപ്പോൾ ശരത് ഓങ്ങല്ലൂർ കൂടി ചേരുന്നുണ്ട്. ശരത്ത്, ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയ്ക്കിടെ പോലീസ് സംഘം എത്തുന്നു. അപ്പോൾ ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിലാണോ പോലീസ് ഒരു വിശദീകരണം തേടിയിട്ടുള്ളത്? ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടുകാർ സഹകരിക്കുന്നുണ്ടോ? അന്നാ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് എറണാകുളം നോർത്ത് PSന്റെ നേതൃത്വത്തിൽ പോലീസ് വന്നിട്ടുള്ളത്. ഈ ഷൈൻ ടോം ചാക്കോയുടെ മുണ്ടൂര വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഷൈൻ ടോം 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് കയറി വാതിലടച്ചിരിക്കുകയാണ്. പോലീസിനുമായിട്ട് ഈ പറയുന്ന വീട്ടുകാരുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. പൂർണ്ണമായിട്ടും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഒരു പഞ്ചനക്ഷത്ര നിന്നും ഈ ഡാൻസ് ഓഫിന്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്ക ഇറങ്ങി ഓടിയിരുന്നു. ഇതെന്തിനായിരുന്നു? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ലഹരി വസ്തുക്കൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നോട്ടീസ് കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിനോട് മൊഴിയെടുക്കാൻ ഹാജരാവാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകുന്നത്. ശരത്ത്, അതിലൊരു കാര്യം കൂടിയുണ്ട്. നാളെ ഹാജരാകണമെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇനി ഈ ഷൈൻ ടോം ചാക്കോ എവിടെയാണ് എന്നുള്ളതൊരു ചോദ്യം ബാക്കിയാണ്. പക്ഷേ അപ്പോഴും കുടുംബം ഉറപ്പ് നൽകുന്നുണ്ടോ നാളെ ഈ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നുള്ളത്? കഴിഞ്ഞ ദിവസം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങളുമായിട്ട് സഹകരിക്കുമെന്നാണ്. ICCയുടെ നോട്ടീസ് ലഭിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അക്കാര്യം തന്നെയായിരുന്നു. ICC തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോലീസ് എപ്പോഴത്തേക്കാണ് ആവശ്യപ്പെടുന്നെങ്കിൽ അതുമായി പൂർണ്ണമായി സഹകരിക്കും എന്ന് തന്നെയാണ് ഈ ബന്ധുക്കൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ അവർ പറയുന്നത് ഷൈൻ ടോം ചാക്കോയുമായിട്ട് തങ്ങൾക്കും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാം എന്നൊരു അഭിപ്രായമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.